അഴിമതി കേസിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായതിനെ തുടർന്ന് മന്ത്രി രാജിവെച്ചു. സീസറിന്റെ ഭാര്യ സംശയത്തിന് അതീതയായിരിക്കണമെന്ന കോടതിയുടെ പരാമർശമാണ് മന്ത്രിയുടെ രാജിയിലേക്ക് എത്തിച്ചത്. പോംബിയ തെറ്റ് ചെയ്തു എന്ന് തെളിയിക്കപ്പെടുന്നതിന് മുൻപേ അവൾ ഉപേക്ഷിച്ചത് എന്തിനാണ് എന്ന് ചോദിച്ചപ്പോ ജൂലിയസ് സീസർ പറഞ്ഞതാണ് ഈ വാചകം. സുഗനോട് വക്കീലാഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ മതിയായിരുന്നു. എനിക്കിപ്പോ വിശേഷിച്ചൊന്നും ചോദിക്കാനില്ല സാർ. ശരി, വന്നോട്ടെ. സദാനന്ദ സാറായിരുന്നു ഒരു കേസിലെ കക്ഷി. ഇപ്പൊ ഇങ്ങോട്ട് വരും, എന്നെ കാണാനാ. അതല്ലല്ലോ പ്രശ്നം. നീ എന്താ കളിയാക്കിട്ട് പോകുന്നത്? സീസറിന് കല്യാണം കഴിക്കാൻ കൽപ്പൂർണിയെ കിട്ടി, ഞാൻ നിന്നെ ഉപേക്ഷിച്ചാൽ എനിക്ക് വേറെ പെണ്ണ് കിട്ടില്ല എന്ന് ആര് പറഞ്ഞു? സത്യസന്ധനായ ഒരു വില്ലേജ് ഓഫീസറെ കല്യാണം കഴിക്കാൻ പെണ്ണുങ്ങൾ ക്യൂ നിൽക്കും, ക്യൂ. എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്. ഇവിടെ വന്ന് വക്കീലിനൊന്ന് കാണണമെന്ന് സദാനന്ദ വക്കീൽ പറഞ്ഞതുകൊണ്ട് വന്നതാ. വക്കീലിന് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ സദാനന്ദ വക്കീൽ പറയുകയും ചെയ്തു. എനിക്കിതിൽ എന്തറിയാനാ? സുഗണനും ഹേമലതയും പ്രേമിച്ച് കല്യാണം കഴിച്ചു. ഇപ്പൊ രണ്ടുപേരും കൂടി തീരുമാനിച്ചങ്ങ് പിരിയുന്നു. സത്യത്തില് എനിക്കിത്തരം കേസുകളിൽ താല്പര്യമില്ലാത്തതാണ്. പക്ഷെ സുഗണൻ സദാനന്ദ സാറിന് വേണ്ടപ്പെട്ട ആളായതുകൊണ്ടും സദാനന്ദൻ സാറിന് ഈ ആഴ്ച സമയം ഇല്ലാത്തതുകൊണ്ടും മാത്രമാണ് ഞാൻ ഈ കേസ് ഫയൽ ചെയ്യാൻ സമ്മതിച്ചത്. അത്രയുള്ളൂ കാര്യം. എന്റെ വക്കീലെ, വേറെ ഒരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ പിരിയുന്നത്. എന്റെ കാര്യങ്ങൾ അന്വേഷിക്കാനോ എനിക്ക് വേണ്ടി ചെലവാക്കാനോ അവൾക്ക് നേരമില്ല. രാവിലെ മുതൽ വൈകിട്ട് വരെ ഓഫീസ്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന ഫോൺ വിളിയും ഇന്റർനെറ്റും തന്നെയാ. ഈ ഫോൺ വിളിക്കുന്നത് കൂടുതൽ ആണുങ്ങളെയാ. ആണുങ്ങളുമായിട്ടുള്ള കമ്പനി ഒഴിവാക്കണമെന്ന് പറയുമ്പോ അവള് പറയും ഞാനൊരു പഴഞ്ചനാണ്, ഈ കാര്യത്തില് ആണും പെണ്ണും വ്യത്യാസമൊന്നുമില്ലെന്ന്. പേരിൽ വിവാഹമോചനത്തിനൊക്കെ പോയാൽ അതിന്റെ നാണക്കെടാർക്കാ? നിങ്ങൾക്കല്ലേ. ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാ സാറേ? ഒരുമിച്ച് ജീവിക്കാൻ പറ്റണം. ഇപ്പോ നിങ്ങൾ രണ്ടുപേരും കൂടി യോജിച്ച് വിവാഹമോചനത്തിന് അപേക്ഷ കൊടുത്തു എന്ന് കരുതുക. കോടതി വിവാഹമോചനം സമ്മതിക്കുന്നു. പക്ഷേ അത് കഴിയുമ്പോ സുഗണന്റെ അവസ്ഥ എന്താവും? നാട്ടുകാർ സുഗണനെ പറ്റി എന്താവും പറയുക? സ്വന്തം ഭാര്യ പോലും ഉപേക്ഷിച്ച് പോയവൻ, ഭാര്യയെ നിലയ്ക്ക് നിർത്താൻ കഴിവില്ലാത്തവൻ എന്നൊക്കെ പറയില്ലേ? മറ്റുള്ളവർ പറയും അയ്യേ സുഗണന്റെ സ്വഭാവദോഷം കാരണം ആ ഹേമലത സുഗണനെ ഉപേക്ഷിച്ചു പോയെന്ന്. അപ്പോ ഈ സുഗുണൻ എന്ന പേര് മാറ്റി ദുർഗുണായി ദുർഗുണായി എന്ന ആൾക്കാർ വിളിക്കില്ലേ? പക്ഷെ സാറേ, അവള് ഞാൻ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല. പിന്നെ ഞാൻ എന്ത് ചെയ്യും സാറേ? അനുസരിപ്പിക്കണം. എന്റെ ഭാര്യ സത്യഭാം വലിയ വക്കീലാണല്ലോ, എന്നിട്ടും ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കുന്നുണ്ടല്ലോ. സുഗുണ, ഭാര്യയെ നമ്മൾ പറയുന്നത് പോലെ അനുസരിപ്പിക്കാൻ ബുദ്ധിപരമായി നീങ്ങിയാൽ. സുഗണൻ രാവിലെ എന്നെ കാണാൻ വന്നിരുന്നു, വക്കാലത്ത് വന്നു. പിന്നെന്താ ഉണ്ടായത്? ഓ, മോഹനയുടെ ആഫീസ് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കഴിഞ്ഞ് സാറിനെ അങ്ങോട്ട് വിളിക്കാം. ശരി. ആ, ഒരു സംഭവം അറിഞ്ഞ മോനട്ടാ? അറിഞ്ഞില്ല. ആ, രാവിലെ ഇവിടെ വന്ന സുഗണനില്ലേ, അയാൾ ഇപ്പൊ പറയുന്നു ഡൈവോഴ്സ് വേണ്ട എന്ന്. സദാനന്ദ സാറെ ഇപ്പൊ വിളിച്ചത്. സുഗണൻ സദാനന്ദ സാറിനെ വിളിച്ച് ഡൈവോഴ്സിൽ താല്പര്യമില്ല എന്ന് സാറിനോട് പറഞ്ഞെന്ന്. എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ സുഗണനെ വിവരമുള്ള ആരോ ഉപദേശിച്ച് മനസ്സ് മാറ്റിയെന്ന് പറഞ്ഞു. നീ അങ്ങനല്ലല്ലോ രാവിലെ പറഞ്ഞത്. നിന്റെ സദാനന്ദ വക്കീൽ ഭയങ്കര സംഭവമാണ്. ആ സദാനന്ദ വക്കീൽ ഉപദേശിച്ചിട്ടും മനസ്സ് മാറാത്ത സുഗുണൻ ഇനി ആരുപദേശിച്ചാലും മനസ്സ് മാറ്റില്ല എന്നാണല്ലോ. ഇതുവരെ ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. ഇന്ന് രാവിലെ ഇവിടെ വന്ന സുഗുണന്റെ ഭാര്യയാണ് ഞാൻ. ഓ, അത് ശരി. രാവിലെ സുഗണൻ ഇവിടെ വന്ന് നിങ്ങൾ രണ്ടുപേരും കൂടി വിവാഹമോചനത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനൊരു വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങിയിരുന്നു. എന്നിട്ട് കുറച്ചു മുന്നേ സുഗണൻ തന്നെ വിളിച്ച് ഡൈവോഴ്സ് വേണ്ട എന്ന് പറഞ്ഞു. എന്തു പറ്റി ഇത്ര പെട്ടെന്നൊരു മനസ്സ് മാറ്റം? അത് പിന്നെ ബുദ്ധിയുള്ളവർ അങ്ങനെയാണ്. പെട്ടെന്നുള്ള ആവേശത്തിൽ ചില തീരുമാനങ്ങൾ എടുത്താലും അറിവും വിവരവും ഉള്ളൊരു ഉപദേശിച്ചാൽ ആ തീരുമാനത്തിൽ മാറ്റം വരും. സുഗണനെയും ഹേമലതയും അങ്ങനെ ഭയങ്കര ബുദ്ധിയുള്ള ആരെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടാവും. ഉപദേശിച്ചു. ഉപദേശിച്ചത് എന്നെയല്ല, സുഗുണൻ ചേട്ടനെയാ. ഈ നിൽക്കുന്ന മോഹനേഷ്ണൻ സാറാ സുഗുണൻ ചേട്ടനെ ഉപദേശിച്ച് മനസ്സ് മാറ്റിയത്. മോഹനോ?